Hello friends, welcome to our channel. We have HDFC Bank Neo card. That is Tata Neo card. We approve a video. We card deliver blue data mostly actually credit card approve normally customer blue data normally delivery express express delivery bank service majority areas service bank correct 𝗵𝗁𝗙𝗀 card delivery cannot deliver attempt recent delivery delivery couriers card package light correct straight side Tata HDFC Bank Tata Neu card packaging cover actually side light അപ്പോൾ ഞാൻ അത് പൊട്ടിക്കാൻ പോകട്ടെ. അപ്പോൾ അതിന് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനലിലെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയാണ് ചെക്ക് എടുത്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ ചാനൽ കാണാത്തൊരു പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഞാൻ കൈ കൊണ്ട് തന്നെ പൊളിച്ചു. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു HDFC ബാങ്കിൻ്റെ ഒരു ഇതെന്ത് സംഭവം ഇത് important notification about your new HDFC bank credit card സംഭവം നെറ്റ് ബാങ്കിങ് വാട്സാപ്പ് ബാങ്കിങ് എങ്ങനെ തുടങ്ങേണ്ട HDFC ബാങ്ക് ഡിജിറ്റൽ അസിസ്റ്റൻ്റ് അതിനെക്കുറിച്ചൊക്കെ ഒരു ബ്രോഷറാണ്. പിന്നെ നമുക്ക് ഇതിൽ കുറേ ഉണ്ടല്ലോ, എന്തൊക്കെയോ ഉണ്ടല്ലോ. ഇത് നമ്മുടെ അവരുടെ വലിയ സാധനം, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അബൌട്ട് ഓൾ HDFC കാർഡിൻ്റെ എല്ലാ HDFC കാർഡിൻ്റെയും ടേംസ് ആൻഡ് കണ്ടീഷൻസും ഡീറ്റെയിൽസും ഈ ബുക്കിലുണ്ടാവും കേട്ടോ. നല്ല കട്ടിയുള്ള ബുക്കാണ്. പിന്നെ നമുക്കിവിടെ ഒരു ഹിന്ദിയിൽ ഇതെന്താ ഹിന്ദിയല്ല, ടു ജനറേറ്റ് 4-digit പിൻ ഫോർ യുവർ HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഫോളോ എനി ഓഫ് ദ ഫോളോയിങ്. അതായത് നമുക്ക് ഈ 4 ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം പിന്ന് ജനറേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് IVR ത്രൂ, അതായത് ടോൾ ഫ്രീ നമ്പർ കോൾ ചെയ്തിട്ട് ചെയ്യാം. നെറ്റ് ബാങ്കിങ് വേണമെങ്കിൽ ചെയ്യാം, മൊബൈൽ ബാങ്കിങ് വേണമെങ്കിൽ ചെയ്യാം. മൊബൈൽ ബാങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആപ്പിൽ കൂടെ, അതായത് പിന്നെ HDFC ബാങ്കിൻ്റെ ATM ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് പിന്നുള്ളത് നമ്മുടെ നോർമൽ നമ്മുടെ ഇതെന്താ ഇനിയുണ്ട് എന്തൊക്കെയോ, അയ്യോ കുറേ എന്തൊക്കെയോ ഉണ്ട്. ഇത് നമുക്ക് ഇതെന്താ കോൺടാക്ട്ലെസ് നമ്മുടെ NFC-ൻ്റെ കാർഡിൻ്റെ ഫീച്ചറിനെ കുറിച്ചുള്ള സംഭവമാണ്. അതൊരു പേപ്പർ ഉണ്ട്, അത് നമ്മൾ എല്ലാത്തിനോട് വരുന്നതാണ്. ഇത് നമുക്ക് കോഡ് ഓഫ് ബാങ്ക്സ് കമ്മിറ്റ്മെൻറ്റ് ടു ദ കസ്റ്റമേഴ്സുമായിട്ടൊരു ഒരു ബുക്ക്ലെറ്റ്. പിന്നെ നമുക്ക് വേറെ എന്താ എന്തത് കുറേ ഉണ്ടുള്ളത്, ടാറ്റ ന്യൂ HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ കാർഡ് മെമ്പർ അഗ്രിമെൻ്റ് എന്നൊരു ബുക്ക് കേട്ടോ. പിന്നെ നമ്മുടെ നോർമൽ നമ്മുടെ കാർഡ്, അതിൻ്റെ കാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ നമ്മുടെ വെൽക്കം ലെറ്ററാണ്, നമ്മുടെ എന്താ പറയുക നമ്മുടെ ലിമിറ്റ്. എനിക്ക് ആക്ച്വലി ഓൾറെഡി 2 കാർഡ് HDFC ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഷെയർ ലിമിറ്റാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് ഇത് ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ടാണ് കിട്ടിക്കുന്നത് കേട്ടോ. ഞാൻ അത് കാരണം മെയിനായിട്ട് അപ്ലൈ ചെയ്ത് തന്നെ അപ്ലൈ ചെയ്തല്ല, നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നാണ്. കൺഗ്രാജുലേഷൻ ഓൺ ടാറ്റ ന്യൂ പ്ലസ് HDFC ക്രെഡിറ്റ് കാർഡ് നൗ ഗെറ്റ് 7% ബാക്ക് ഓൺ ന്യൂ കോയിൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു ന്യൂ കോയിൻ എന്ന് പറയുന്നത് 1 രൂപയാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 7% നമുക്ക് കിട്ടും. അതായത് നമുക്ക് എക്സ്ട്രാ 2% കിട്ടുന്നത്. ഇപ്പോൾ ടാറ്റ ന്യൂ ആപ്പിൽ കൂടെ നമുക്ക് പർച്ചേസിംഗ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി 5% ന്യൂ കോയിൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ 2% കൂടി കിട്ടും. പിന്നെ നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 2% ബാക്ക് ഓൺ ന്യൂ കോയിൻസ് ഓൺ സ്പെൻഡ് ഓൺ ടാറ്റ ന്യൂ ആപ്പ് ആൻഡ് അക്രോസ് പാർട്ട്നേഴ്സ് ടാറ്റ ബ്രാൻഡ് ആൻഡ് അഡീഷണൽ 5% ബാക്ക് ആസ് എ ന്യൂ കോയിൻ ആസ് സ്പെൻഡ്സ് ഓൺ ടാറ്റ ന്യൂ ആപ്പ് വിത്ത് ന്യൂ പാസ് മെമ്പർഷിപ്പ്. പിന്നെ 1% ബാക്ക് ഓൺ ന്യൂ കോയിൻസ് ആൻഡ് അതർ സ്പെൻഡിന്. പിന്നെ ട്രാവൽ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് ഉണ്ട്, ഒരെണ്ണം ക്വാർട്ടറിൽ. വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 499 ന്യൂ കോയിൻസ് ടു കിക്ക് ഓഫ് യുവർ റിവാർഡ് ജേർണി അത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാർഡ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാർഡ് ഒന്ന് എടുക്കട്ടെ. റൂപേ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് കാർഡ് വരുന്നത്. റൂപേ പ്ലാറ്റിനം കാർഡാണ്. പിന്നെ നമുക്ക് ഇത് ആക്ടിവേറ്റ് ഇങ്ങനെ ചെയ്യാനൊക്കെ പറഞ്ഞുകൂടെ കൊടുത്തിട്ടുണ്ട്. ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്കൊരു 4 മെത്തേഡ് ഉണ്ട്. HDFC നെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് ആപ്പ്, ടാറ്റ ന്യൂ ആപ്പ്, HDFC ബാങ്ക് മൈ കാർഡ് ആപ്പ്. അതായത് ആക്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പിൻ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വെൽക്കം ലെറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡിൻ്റെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ടാറ്റ ന്യൂ പ്ലസ് കാർഡിൻ്റെ കളറ് ഇതാണ് നമ്മുടെ കാർഡ്. ഒരു ബ്ലൂ കളറാണ്, നല്ല കാർഡാണ്, പ്ലാസ്റ്റിക് കാർഡാണ്. ബാക്കിലാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. പൾസിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ് ഡൈനർ ക്ലബിൻ്റെ മെമ്പർഷിപ്പ്, അല്ലാതെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ നോർമൽ നമ്മുടെ ഡിസ്കവറിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട് ബാക്കിൽ. അപ്പോൾ ഞാൻ ബാക്ക് എടുത്ത് കാണിച്ചു തരുന്നില്ല. പിന്നെ നമുക്ക് മേജറായിട്ടൊന്നും ഇല്ല, റൂപേ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ UPI ആപ്പിൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കാർഡ് എന്ന് പറഞ്ഞാൽ അടുത്ത് കാണിച്ചു തരാണ്.
ഇപ്പോൾ കാർഡിൻ്റെ ഒരു എന്താ പറയുക ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് ക്വാളിറ്റിയാണ്. ബാക്കൊക്കെ ഒരു ആവറേജ് ക്വാളിറ്റി എന്ന് പറയാനുള്ളൂ. പ്ലാസ്റ്റിക് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഉണ്ടോ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റ ന്യൂ പ്ലസിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ അൺബോക്സിങ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്ക് എങ്ങനെ കാർഡ് ടു കാർഡ് മെത്തേഡ് അപ്ലൈ ചെയ്യാം, എങ്ങനെ ഇത് ഷെയർ ലിമിറ്റ് ആയിട്ടാണ് കിട്ടുന്നത് അതോ സെപ്പറേറ്റ് ലിമിറ്റാണ് കിട്ടുന്നതെന്നൊക്കെ നമുക്ക് നമ്മുടെ ഓൾറെഡി നമ്മൾ ഈ കാർഡ് അപ്രൂവ് ആയതിൻ്റെ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു പോയി കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ നമ്മൾ ടാറ്റ ന്യൂ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതുപോലെ അപ്ലൈ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അത് കാണാത്തൊരു പോയി കണ്ടു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത് വിളിക്കണം. ബൈ.